എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ നാടൻ കാച്ചിൽ പുഴുങ്ങിയതും പിന്നെ നമ്മുടെ ഷേരി മീൻകറി. ഇതിപ്പോൾ വെള്ളക്കാച്ചിലും നീലക്കാച്ചിലും ഉണ്ട്. ശരിക്കും നീലക്കാച്ചിൽ എന്നാണ് പറയുന്നത്, എന്നാൽ പർപ്പിൾ കളറാണ് കാച്ചിലിന്, നമ്മൾ പക്ഷേ നീലക്കാച്ചിൽ എന്നാണ് പറയണത്. പിന്നെ നമ്മുടെ ഷേരി മീൻകറിയും. ഇവിടെ നമ്മൾ ഷേരി എന്നാണ് പറയണത്, നാട്ടിൽ ഈ മീൻ ഏരി എന്നാണ് പറയണത്. അപ്പോൾ അത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ അമ്മ കാച്ചിൽ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നമുക്കൊരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. എന്നാലും അമ്മയും ചാച്ചനും കൂടെ അതിൽ ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. വെണ്ടയ്ക്ക, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കപ്പ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതിപ്പോൾ ഇച്ചിരി വലിയ കാച്ചിലായിരുന്നു, അപ്പോൾ അത് കാരണം കൊണ്ട് പറിച്ചെടുക്കാൻ പാടാണ്. പിന്നെ കാച്ചിലെന്ന് പറയുന്ന സാധനം നല്ല ടേസ്റ്റുള്ള സാധനമാണല്ലോ. അപ്പോൾ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ തന്നെ, ബീഫിൻ്റെ കൂടെ ആയാലും അത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ മീൻ കറിയുടെ കൂടെ ആണെങ്കിലും ടേസ്റ്റിയാണ്. ചിക്കൻ കറിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മുളക് പൊട്ടിച്ചാണെങ്കിൽ പോലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കാച്ചിലെന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ കുറച്ച് ഇപ്പം വീട്ടിൽ വളർന്നേ കഴിഞ്ഞും കൂടുതൽ പുറത്താണ് വളർന്നിരിക്കുന്നതെങ്കിലും ഇന്നും കാച്ചിൽ, ചേന, ചേമ്പ്, കപ്പ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെ കഴിഞ്ഞ് വേറെ ഒരു സാധനവും മാറ്റി വെക്കാനില്ല. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഇവർ നമ്മുടെ ചാച്ചനും അമ്മയൊക്കെ ആയാലും ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കൃഷി ചെയ്ത് അത് പറിക്കുമ്പോഴത്തേക്കും അവർ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ വരില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അവരത് കഴിക്കാറുള്ളൂ. അതുവരെ അവരത് വെച്ചേക്കും, ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴാണ് വരണത് എന്നൊക്കെ. പിന്നെ നമുക്കായാലും നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഇപ്പം നിസാരം കപ്പയൊക്കെ ആയാലും ഒരു കാന്താരി മുളകൊക്കെ ആയാലും അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് അവർക്കും. നമ്മളിന്ന് കപ്പയാണ് കഴിച്ചത് അല്ലെ കാച്ചിലാണ് പുഴുങ്ങി കഴിച്ചതെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുള്ള ആ സന്തോഷം കാണുമ്പോൾ നമ്മളവർക്ക് എന്തൊക്കെയോ കൊടുത്ത പോലത്തെ ഒരു ഫീലാണ്. അപ്പം നമുക്ക് ഇത്രയും കാച്ചിൽ കിട്ടിയെന്ന്. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബീഫിൻ്റെ കൂടെ കാച്ചിൽ കഴിച്ചു, മുളക് പൊട്ടിച്ചതിൻ്റെ കൂടെ കാച്ചിൽ കഴിച്ചു. ഇന്നിപ്പോൾ ഷേരി മീൻകറി വെച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് ഷേരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അതുകൊണ്ടാണ് ചെറിയ കഷ്ണം എടുത്തേക്കണത്. നാട്ടിലെ ഇഞ്ചിക്ക് നല്ല ഉറയുള്ള ഇഞ്ചിയാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. അതിലേക്ക് ആ പച്ചമുളകും കൂടെ ഞാൻ കീറിയിട്ടു. എന്നിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പച്ചമുളകും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കാറില്ല. അപ്പോൾ ആ മുളകിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു വെളുത്ത ഒരു പാട്, അപ്പോൾ അത് പൊള്ളിയ പോലത്തെ ഒരു പാട് വരുമല്ലോ. അപ്പോൾ ആ പാട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് മുളക് ചേർക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു 2 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എരിവുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. പിന്നെ നമ്മളിതിന് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ നമുക്ക് കറിയായി വരുമ്പോഴത്തേക്കും നമുക്ക് പാകത്തിനുള്ള എരിവായിക്കോളും. അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കാതിരുന്നത്. പിന്നെ ഞാൻ മീൻകറി വെക്കുമ്പോൾ മുളക് പൊടിയൊന്നും വെള്ളത്തിൽ ചാലിച്ചല്ല, ഞാൻ ഡയറക്റ്റ് എണ്ണയിലേക്കാണ്. അപ്പോൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഫയർ സിം ചെയ്ത് വെച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട്, പിന്നെ ഞങ്ങൾ കുടംപുളി ഉപയോഗിച്ചാണ് മീൻ കറി വെക്കണത്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളിയാണിത്. അത് കാരണം കൊണ്ട് നല്ല കുടംപുളിയാണ് കിട്ടിയിരിക്കുന്നത്, വലിയ കുടംപുളിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറുതാക്കി ഒന്ന് കീറി ഇടുവാണെങ്കിൽ നമുക്ക് ആ മീനിൻ്റെ എല്ലാ വശത്തേക്കും അത് കിടക്കുകയും ചെയ്തോളും, പെട്ടെന്ന് മീനിലേക്ക് പിടിക്കുകയും ചെയ്തോളും.
അപ്പോൾ ഞാൻ ഇപ്പോൾ ആ കീറി വെച്ച കുടംപുളിയും കൂടെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരപ്പിലേക്ക്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി തിളയ്ക്കണം. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിങ്ങനെ എല്ലാ കഷ്ണം മീനുകളും ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ ഞാൻ മീനുകളെല്ലാം പെറുക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് എല്ലാം ഒന്ന് പതുക്കെ സ്പൂണും കൊണ്ടൊന്ന് താത്തി വെച്ച് കൊടുക്കാം. അപ്പം മീനിലേക്ക് നമ്മൾ ഇടുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം കുറച്ച് വെള്ളം മീനിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ പതുക്കെ ഒന്ന് അതിലേക്കൊന്ന് താത്തി വെച്ച് കൊടുക്കണം, കാരണം ആ മീനിലേക്കെല്ലാം ആ കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മീൻകറി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ മൂടി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടപ്പ് കംപ്ലീറ്റ് മൂടി വെക്കരുത്. കംപ്ലീറ്റ് മൂടി വെക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ആവിച്ച് ആ വെള്ളം അടപ്പേ തട്ടിയിട്ട് അത് മീൻകറിയിലേക്ക് വീടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീൻകറിക്ക് വെള്ളം കൂടുതലായി പോകാനും സാധ്യതയുണ്ട്. പിന്നെ ടേസ്റ്റും വ്യത്യാസം വരാറുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ മീൻകറി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കാച്ചിൽ റെഡിയാക്കാം, പുഴുങ്ങാനുള്ള കാച്ചിൽ റെഡിയാക്കാം. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിലാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മൂക്കൊക്കെ അവിടെ ചെത്തി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്, അത് അമ്മച്ചിക്ക് കുഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീലക്കാച്ചിലും വെള്ളക്കാച്ചിലും ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ നീലക്കാച്ചിൽ എന്നാണ് പറയണമെങ്കിലും ഇതേ കാച്ചിലിൻ്റെ കളറ് നല്ല പർപ്പിളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് വെള്ളക്കാച്ചിലാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. നീലക്കാച്ചിന് എന്തോ അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല, ഇച്ചിരി ടേസ്റ്റ് കുറവായിരുന്നു നീലക്കാച്ചിന്. പക്ഷേ വെള്ളക്കാച്ചിൽ ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ കാച്ചിലൊക്കെ ചെത്തി കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ മുറിച്ച് പുഴുങ്ങാൻ പാകത്തിന് മുറിക്കണതിന് മുന്നേ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാനത് മുറിക്കണത്. കാരണം അതിനൊരു വഴുവഴുക്കലുണ്ടല്ലോ, വഴുവഴുക്കൽ തന്നെയല്ല, പിന്നെ മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ അതിനകത്ത് ആ മണ്ണൊക്കെ ചിലപ്പോൾ എല്ലാ പീസിലേക്കും പിടിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതിനൊരു വഴുവഴുപ്പുള്ള കാരണം അത് മണ്ണൊക്കെ പോകാൻ ഇച്ചിരി പാടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് കഴുകിയിട്ട് നമ്മൾ മുറിക്കുവാണെങ്കിൽ, അതിൻ്റെ മണ്ണൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം മുറിക്കുവാണെങ്കിൽ നമുക്ക് മണ്ണൊന്നും കടിക്കുകയില്ല, നമുക്ക് കഴിക്കണ സമയത്ത് നന്നായി കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മുറിച്ചിട്ടതിന് ശേഷവും ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ലൈസായിട്ടാണ് കാച്ചിൽ മുറിച്ചിടുന്നത്. എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെയാണ് കാച്ചിൽ വെക്കണത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജയമോൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെയാണ് ആ അമ്മ കാച്ചിൽ വെക്കണത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണ് മുറിച്ചിട്ട് വെക്കണത്. ഇനിയിപ്പോൾ നമുക്കിത് നഖക്കെ വെള്ളം ഒഴിച്ച്, അതായത് കാച്ചിലിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കണം. ഇതിപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ ഇത് ആദ്യം അടുപ്പേ വെക്കാൻ നേരത്ത് ഞാൻ ഉപ്പിടാറില്ല. ഞാനൊന്ന് നന്നായി ഒരു തിള വന്നതിന് ശേഷമാണ് ഞാൻ ഉപ്പിടണത്. അപ്പം നമുക്കതിന് പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ പതുക്കെ അതൊന്ന് ഇളക്കി കൊടുക്കും. കാരണം ആ ഉപ്പൊക്കെ എല്ലാ വശത്തേക്കും എല്ലാ കാച്ചിലിൻ്റെ പീസയിലേക്കും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാച്ചിൽ, കപ്പ, ചേന ഇതൊക്കെ പെട്ടെന്ന് വേവണ സാധനമാണ്. ഒരു 2 തിള തിളയ്ക്കുമ്പോൾ തന്നെ അത് വേവും. ചേമ്പിന് ഇച്ചിരി നന്നായി വെന്താലും കുഴപ്പമില്ല, ചേമ്പ് ഇരിക്കുമ്പോൾ അത് ഉറച്ചു പോകും. അപ്പോൾ കാച്ചിലൊന്നും അതുപോലെയല്ല, കാച്ചിലൊക്കെ പെട്ടെന്ന് വേവും. അത് പതുക്കെ ഒന്ന് കുത്തുകൊള്ളുമ്പോൾ തന്നെ നമ്മളത് ഊറ്റണം. അപ്പോൾ ആ ബാക്കി ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അത് പാകത്തിന് വെന്തോളും. അപ്പോൾ നമ്മുടെ കാച്ചിൽ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മുടെ മീൻകറി എന്തോരായെന്ന് നോക്കാം. അതെ, മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട്, നന്നായി തിളച്ചു, മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചാറൊന്ന് കുറച്ചും കൂടി ഒന്ന് പറ്റിക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും മീൻകറി വെക്കാൻ നേരത്ത് എല്ലാ മീൻകറിയും ഇല്ല, ഷേരി, ഹമൂർ, അങ്ങനെ ചില മീനുകൾ വെക്കാൻ നേരത്ത് അതിൽ കായപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഈ കായപ്പൊടി ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചേർക്കുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് കായപ്പൊടി ആയി പോകാൻ പാടില്ല. ഒരു നുള്ളു കായപ്പൊടി അതിലൂടെ ചേർക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക മണവും ഉണ്ട്. അപ്പം നിങ്ങൾ വെക്കാത്തവരിങ്ങനെ വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇപ്പം സോഫ്റ്റായിട്ടുള്ള മീനുകൾക്കൊന്നും കായപ്പൊടി ചേർക്കണത് നല്ലതല്ല, ഞാൻ ചേർക്കാറില്ല. അത് ചേർക്കുമ്പോൾ അതിൽ നല്ല ടേസ്റ്റ് വരില്ല എന്നാണ് എനിക്കൊരു തോന്നൽ, അതുകൊണ്ട് ഞാൻ അതിൽ ചേർക്കാറില്ല. ഇതുപോലെ ഷേരി, ഹമൂർ അങ്ങനെയുള്ള മീനുകളിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ മീൻകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നിങ്ങൾക്ക് കാണാൻ നല്ല മീൻകറി ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്ത സമയത്താണ് ഞാൻ കാച്ചിൽ പുഴുങ്ങിയതൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ശരിക്കും നാട്ടിലിരുന്ന് മഴക്കാലത്ത് കപ്പയും മീൻകറിയൊക്കെ കഴിക്കണ പോലത്തെ ഒരു ഫീല് ശരിക്കും കിട്ടി. ഇതിപ്പോൾ എൻ്റെ മീൻകറി ഇവിടെ വറ്റി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മീൻകറിയും കാച്ചിൽ പുഴുങ്ങിയതും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.